Okay, children, let us continue our chapter. First, we all know the two types of festivals: religious festivals and national festivals. Religious festivals നമ്മൾ പഠിച്ചില്ലേ. Then national festivals. National festivals all equally in all over the India. ഇന്ത്യയിലെ എല്ലാവർക്കും ഒരുപോലെയുള്ള ഫെസ്റ്റിവലാണ് നാഷണൽ ഫെസ്റ്റിവൽ. ദെൻ റിലീജിയസ് ഫെസ്റ്റിവൽ എന്തായിരുന്നു? ഓരോ റിലീജിയസിനായിരുന്നു അല്ലേ, ഓരോ കാസ്റ്റിനായിരുന്നു. ഇസ്ലാം, ക്രിസ്ത്യൻസ്, ദെൻ സിഖ്, മുസ്ലിം, ദെൻ ക്രിസ്ത്യൻസ്, ഓക്കെ, ഓരോ റിലീജിയസിനായിരുന്നു ഓരോ ഫെസ്റ്റിവൽസ്. ദെൻ നാഷണൽ ഫെസ്റ്റിവൽ മീൻസ് ഓൾ ഈക്വലി ഇൻ ഓൾ ദി പീപ്പിൾ ഇൻ ദ വേൾഡ്, ഇൻ ദ ഇന്ത്യ. ഇന്ത്യയിലാണ്. നാഷണൽ മീൻസ് അവർ നാഷൻ ഈസ് ഇന്ത്യ. സോ ഇന്ത്യയിലെ ഫെസ്റ്റിവൽസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻഡിപെൻഡൻസ് ഡേ. INDEPENDENCEDAY, Independence Day. Okay, you know the Independence Day. Okay, yes, 15th August അല്ലേ, അതാണ് നമുക്ക് ആദ്യം ഓർമ്മ വരിക. 15th ഓഗസ്റ്റിനാണ് ഇൻഡിപെൻഡൻസ് ഡേ. എന്താണ് ഇൻഡിപെൻഡൻസ് ഡേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? എന്തൊക്കെ കുറച്ചൊക്കെ അറിയാം അല്ലേ. We celebrate our Independence Day on 15th August every year. അല്ലേ? That day India got freedom from ബ്രിട്ടീഷുകാരുടെ അടുത്തായിരുന്നു. 1947 മുമ്പ് വരെ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. അവരെ കയ്യിൽ നിന്ന് നമുക്ക് ഇന്ത്യ സ്വതന്ത്രമായിട്ട് വാങ്ങിയത്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഫ്രീഡം ഉണ്ട് ഇല്ലേ. റൈറ്റ് ചെയ്യാൻ ഫ്രീഡം ഉണ്ട്, റീഡ് ചെയ്യാൻ ഫ്രീഡം ഉണ്ട്, സ്ലീപ്പ് ചെയ്യാൻ ഫ്രീഡം ഉണ്ട് അല്ലേ. നമുക്ക് എപ്പോഴും എന്തിനും ഫ്രീഡം ഉണ്ട്. സോ ബ്രിട്ടീഷുകാരെ കയ്യിൽ നിന്നും ഇന്ത്യയെ നമ്മൾ എന്തായി, നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇന്ത്യ ആയിട്ട് നാഷനായിട്ട് കിട്ടിയത് എന്താണ്? ഓൺ 15th August 1947 to this year 2020. So long years back we got the freedom from Britishers. India hosts the national flag at Red Fort. റെഡ് ഫോർട്ടിൽ നാഷണൽ ഫ്ലാഗ്, അന്നത്തെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ജവഹർലാൽ നെഹ്റു. ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തിരുന്നു ഇവിടെ, റെഡ് ഫോർട്ട്. സോ പ്രൈം മിനിസ്റ്റേഴ്സ്, അപ്പോൾ ഏത് പ്രൈം മിനിസ്റ്ററാണോ ആ പ്രൈം മിനിസ്റ്റർ പോയിട്ട് എന്ത് ചെയ്യും, റെഡ് ഫോർട്ടിൽ പോയിട്ട് ഫ്ലാഗ് ചെയ്യും. ദെൻ അപ്പോൾ നമ്മൾ നാഷണൽ അനന്തം ഏതാ? നാഷണൽ ഗീതൊക്കെ അറിയോ? നാഷണൽ അനന്തം ഏതാ? അവർ നാഷണൽ അനന്തം ജനഗണമന. ആരാ? ഹു റോട്ട് ദാറ്റ്? രവീന്ദ്രനാഥ് ടാഗോർ. ദെൻ നാഷണൽ ഗീത ഏതാ? വന്ദേ മാതരം. സോ ദെൻ ജനഗണമന എന്ത് ചെയ്യും? ആ സമയത്ത് റെഡ് ഫ്ലാഗ് ചെയ്യുന്ന സമയത്ത് ജനഗണമന ചെയ്യാറുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ, അങ്ങനെ തന്നെ ചെയ്യാറ്. ഇപ്പം നമുക്ക് കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലല്ലേ. സോ നെക്സ്റ്റ് ഇൻഡിപെൻഡൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇൻഷാല്ലാ. ദെൻ വി സെലിബ്രേറ്റ് അവർ ഇൻഡിപെൻഡൻസ് ഡേ ഓൺ 15th August every year. On this day India got freedom from Britishers. Nations salute the national flag and remember the freedom fighters. What do you mean by freedom fighters? Freedom fighters എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് ഫ്രീഡം കിട്ടാം. അപ്പോൾ ഫ്രീഡം കിട്ടിയില്ലേ ആഫ്റ്റർ 1947 August 15 നൈറ്റിലാണ് കേട്ടോ ഫ്രീഡം കിട്ടിയത്. അർദ്ധരാത്രി എന്നാണ് പറയുക, നൈറ്റിലാണ് ഫ്രീഡം കിട്ടിയത്. ദെൻ ആ സമയത്ത് ഫ്രീഡം ഫൈറ്റേഴ്സ് യു നോ ഫൈറ്റേഴ്സ്, നമുക്ക് വേണ്ടി ഫ്രീഡം കിട്ടാൻ വേണ്ടി ത്യാഗം അനുഷ്ഠിച്ചവരുണ്ടാവും, ഫ്രീഡം ഫൈറ്റേഴ്സ്. നിങ്ങൾക്കറിയാം, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്ര ബോസ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. സോ അവരൊക്കെ എന്ത് ചെയ്യും, നമ്മൾ റിമെമ്പർ ചെയ്യും, ഓർക്കുകയും ചെയ്യും ആ സമയത്ത്. അതിന് വേണ്ടിയിട്ട് ഫ്ലാഗ് ഓൺ ചെയ്തിട്ട് അവൻ സല്യൂട്ട് ചെയ്യും റെഡ് ഫോർട്ടിൽ പോയിട്ട്. ദെൻ ഇൻ ദി സെയിം മെത്തേഡ് ഇൻ ദ സ്കൂൾ, എല്ലാ സ്കൂളും ഈ സെയിം മെത്തേഡ് ഫ്ലാഗ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എല്ലാവരും സല്യൂട്ട് ചെയ്ത് സ്വീറ്റ്സൊക്കെ കൊടുക്കും. എന്താണ്? ടു ബി ഹാപ്പിനെസ് അല്ലേ. സോ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനുള്ളതാണ് പറഞ്ഞേ? ഇന്ത്യ ഗോട്ട് ഫ്രീഡം ഫ്രം ബ്രിട്ടീഷ്. ഇന്ത്യ ഗോട്ട് ഫ്രീഡം ഫ്രം ബ്രിട്ടീഷ്. ആരാ അവിടെ ഫ്ലാഗ് ഓൺ ചെയ്യുക?
The Prime Minister of India hosts the national flag at Red Fort. Red Fort. Look at this picture. This is Red Fort. Red Fort എവിടെയാണ്? ഡൽഹിയിലാണ് റെഡ് ഫോർട്ട് ഇരിക്കുന്നത്. സോ റെഡ് ഫോർട്ടിൽ പോയിട്ട് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു അവിടെ പോയി ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇന്ന് റിമെമ്പർ ചെയ്യാനാണ് റെഡ് ഫോർട്ടിൽ പോയിട്ട് ചെയ്യുന്നത്. നല്ല രസമാട്ടോ ആ സമയത്ത്, ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയത്ത് റെഡ് ഫോർട്ടിൽ ചെന്നാൽ നല്ല ഭംഗിയാണ്. ദെൻ മാർച്ച് ഉണ്ടാവും, മാർച്ച് പാസ്റ്റ് ഉണ്ടാവും, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും ആ സമയത്ത്. സോ ദ നാഷണൽ ആനന്ദം ജനഗണമന സങ് ചെയ്യും. ആൻഡ് ദെൻ നാഷണൽ സല്യൂട്ട്, നാഷണൽ ഫ്ലാഗ് ആൻഡ് റിമെമ്പർ ദ ഫ്രീഡം ഫൈറ്റേഴ്സ്. നമ്മൾ നാഷണൽ ഫ്ലാഗിൻ്റെ കളറൊക്കെ നമുക്കറിയില്ലേ നിങ്ങൾക്കൊക്കെ? അതിന് ഹൈറ്റും ദെൻ അതിനൊക്കെ ഒരു കണക്കൊക്കെ ഉണ്ട്. ആ നാഷണൽ ഫ്ലാഗ് നമ്മൾ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യണം. അത് ചുരുട്ടി മടക്കാനോ അതുകൊണ്ട് എന്തെങ്കിലും പൊതിയാനൊന്നും പാടില്ല. നാഷണൽ ഫ്ലാഗിനെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. നാഷണൽ ആനന്ദത്തിനെ, നാഷണൽ അനിമലിനെ, നാഷണലായിട്ട് എല്ലാ കാര്യത്തിനും നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ. പബ്ലിക് പ്ലേസിനെ റെഡ് ഫോർട്ട്, ദെൻ താജ്മഹൽ, ദെൻ കുത്തബ് മിനാർ, അങ്ങനെ പബ്ലിക് പ്ലേസ് ഉണ്ടല്ലോ, പ്രൈവറ്റ് പ്രോപ്പർട്ടീസ്, ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നന്നായിട്ട് കേടുവരാതെ കൊണ്ടുനടക്കണം. നമ്മൾ പബ്ലിക് പ്ലേസ് അല്ലേ, അതൊക്കെ കാണാൻ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഇതാണത് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ആണ് അല്ലേ, നമ്മളെ ചരിത്രമായിട്ട് നമ്മൾ കാര്യങ്ങൾ ഓർക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? അത് നീറ്റായിട്ട് കൊണ്ടു നടക്കണം. മോണുമെൻറ്റ്സ് ആണതൊക്കെ അല്ലേ, ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് മോണുമെൻറ്റ്സ് ആണ്. റെഡ് ഫോർട്ട് ആയാലും താജ്മഹൽ ആയാലും കുത്തബ് മിനാർ ആയാലും ഏത് കാര്യങ്ങളായാലും. ഓക്കെ. സോ ഇൻഡിപെൻഡൻസ് ഡേ നിങ്ങൾക്ക് എന്താ മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് ഫ്രീഡം ഫ്രം ബ്രിട്ടീഷ്. ഇറ്റ് ഈസ് ഇന്ത്യ ഗോട്ട് ഫ്രീഡം ഫ്രം ബ്രിട്ടീഷ് ആൻഡ് റിമെമ്പർ ദ ഫ്രീഡം ഫൈറ്റേഴ്സ്. ഫ്രീഡം ഫൈറ്റേഴ്സിനെ നമ്മൾ ഓർക്കുകയും ചെയ്യും ആ സമയത്ത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് റിപ്പബ്ലിക് ഡേ. സെയിം കേസ് തന്നെ കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേ എന്താണെന്ന് മനസ്സിലായ റിപ്പബ്ലിക് ഡേ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. സോ റിപ്പബ്ലിക് ഡേ എന്താണ് റിപ്പബ്ലിക് ഡേ? 26 ജനുവരി. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. റിപ്പബ്ലിക് ഡേ January 26 in every year. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്താണെന്ന് ചോദിച്ചാൽ January 26 1915. 1947 നമുക്ക് ഫ്രീഡം കിട്ടിയെങ്കിലും ഫുള്ളായിട്ട് ബ്രിട്ടീഷേഴ്സ് നമ്മളെ രാജ്യത്തു നിന്ന് പോയില്ല. എല്ലാവരെയും ആട്ടി ഓടിച്ച് ലാസ്റ്റ് ഇന്ത്യ റിപ്പബ്ലിക്കായത്. റിപ്പബ്ലിക് എന്താണ്? നമ്മൾ റിപ്പബ്ലിക്കായിട്ട് എന്താ പറയുന്നത്? ഇലക്ഷനൊക്കെ നടന്ന് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്റേഴ്സും ഒക്കെ ആക്കുന്നത്. സോ റിപ്പബ്ലിക്കാണ്. റിപ്പബ്ലിക് എന്നാൽ നമ്മൾ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുകയാണ് നമുക്ക് വേണ്ട ആൾക്കാർ, അധികാരികളെ. അതാണ് ഈ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അതാവാൻ എന്ത് ചെയ്യുന്നു? ആഫ്റ്റർ 2 years 47 കഴിഞ്ഞ് 1915 January 26 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. അപ്പോൾ ആഫ്റ്റർ 2 years കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. ഓക്കെ. സോ ഇൻഡിപെൻഡൻസ് ഡേ മനസ്സിലായില്ലേ? ബ്രിട്ടീഷേഴ്സിന് ഫ്രീഡം കിട്ടിയതാണ് ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ എല്ലാ ബ്രിട്ടീഷേഴ്സും അപ്പോൾ ഇവിടുന്ന് പോയിരുന്നില്ല. റിപ്പബ്ലിക്കായിട്ട് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ഫ്രീഡം ഉള്ള ഇന്ത്യ ആയി മാറിയത് January 26 1915 1947 നമുക്ക് ഫ്രീഡം കിട്ടി. ദെൻ ആഫ്റ്റർ 2 years 2 വർഷം കഴിഞ്ഞ് 47 48 49 50. ഓക്കെ. 2 years അല്ലേ, 2 വർഷം കഴിഞ്ഞിട്ട് ജനുവരിയിൽ. ഓക്കെ. ഓൾമോസ്റ്റ് 3 years അല്ലേ, 3 വർഷം ആവാൻ സമയമായപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? റിപ്പബ്ലിക്കായി ഇന്ത്യ മാറി. റിപ്പബ്ലിക് മീൻസ് എന്താ? റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ സുപ്രീം പവർ ഈസ് ഹെൽഡ് ബൈ ദ പീപ്പിൾ. എല്ലാ അധികാരം പീപ്പിൾസിൻ്റെ കയ്യിലാവും അല്ലേ, ജനങ്ങളുടെ കയ്യിലാവും അധികാരം. മിസ് പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ കയ്യിലാവും അധികാരം. ജനങ്ങളാണ് എന്ത് അവരെ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുക. ബൈ വോട്ടിങ്, വോട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുക. പ്രൈം മിനിസ്റ്റേഴ്സിനൊക്കെ നമുക്ക് വോട്ട് ചെയ്യാറില്ല നമ്മൾ. ഓക്കെ. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അതാണ് റിപ്പബ്ലിക് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ. ഇൻ ദിസ് ഇന്ത്യ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. വാട്ട് ഈസ് അവർ നാഷണൽ ലാംഗ്വേജ്? നാഷണൽ ഗീത പറഞ്ഞു, നാഷണൽ സോങ്, ദെൻ സോങ് പറഞ്ഞു, ദെൻ ആനന്ദവും പറഞ്ഞു. നാഷണൽ ആനന്ദം ജനഗണമന, ദെൻ നാഷണൽ സോങ് വന്ദേ മാതരം. ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ് അത് എഴുതിയിട്ടുള്ളത്. ദെൻ രവീന്ദ്രനാഥ് ടാഗോറാണ് ജനഗണമന റോട്ട് ചെയ്തിട്ടുള്ളത്. മിസ്റ്റർ GK ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. സോ 26 ജനുവരിയിലാണ് റിപ്പബ്ലിക് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുക. ദെൻ ലാംഗ്വേജ്
നമ്മളെ നാഷണൽ ലാംഗ്വേജ് ഏതാ? ഹിന്ദിയാണ് കേട്ടോ. അവർ നാഷണൽ ലാംഗ്വേജ്. ഒരുപാട് ലാംഗ്വേജസ് നമ്മളെ ഇന്ത്യയിലുണ്ട്. ദെൻ കൾച്ചേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് റിലീജിയൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഡ്രസ്സസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിഫറെൻറ്റ് ഡ്രസ്സസ് ഒക്കെ പഠിച്ചില്ലേ? ഡിഫറെൻറ്റ് ഡ്രസ്സ് ആൻഡ് കൾച്ചർ, ഒക്കേഷൻസിൽ അവിടുന്ന് ഡ്രസ്സുകൾ ഇല്ലേ? സോ ആ ഡ്രസ്സുകളൊക്കെ അവരെന്ത് ചെയ്യും? ആ സമയത്ത് രാജ്പാത്തിലാണ് എന്ത് ചെയ്യുക? ഈ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുക. പ്രസിഡൻറ്റ് ഓഫ് ദ ഇന്ത്യയാണ് എന്ത് ചെയ്യുക? ഹു ഈസ് അവർ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ? കറൻറ്റ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ അറിയോ? പ്രൈം മിനിസ്റ്റർ അറിയോ? പ്രസിഡൻറ്റിനെ അറിയോ? ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ പ്രസിഡൻറ്റ് ആരാണ്? പ്രൈം മിനിസ്റ്റർ റെഡ് ഫോർട്ടിൽ പോയിട്ട് സല്യൂട്ട് ചെയ്യും ഇൻഡിപെൻഡൻസ് ഡേക്ക്. ഇൻ ദി സെയിം പ്ലേസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ടേക്സ് എ സല്യൂട്ട് അറ്റ് രാജ്പാത്ത് നിയർ ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തുള്ള രാജ്പാത്തിൽ ആണ് ഈ പരേഡും ആർമഡ് ഫോഴ്സും ഒക്കെ ചെയ്യുക. അവിടെയാണ് ഈ റിപ്പബ്ലിക് ഡേക്ക് ആ പരേഡൊക്കെ. നിങ്ങൾ പിക്ചേഴ്സൊക്കെ കണ്ടോ? ഇതൊക്കെ റിപ്പബ്ലിക് ഡേക്കുള്ള പ്രോഗ്രാംസാണ്. ആർമി ഫോഴ്സൊക്കെ ഇല്ല, ആർമി അറിയില്ല നിങ്ങൾക്ക്? സോൾജേഴ്സിനൊക്കെ അവരുടെ ഫോഴ്സൊക്കെ എന്തുണ്ടാവും? റിപ്പബ്ലിക് ഡേയിൽ അവർ ചെയ്യും. ഫോക്ക് ഡാൻസ് ഉണ്ടാവും. ദെൻ ചിൽഡ്രൻസ്, പല സ്കൂളിലെ ചിൽഡ്രൻസ് അവിടെ പെർഫോം ചെയ്യാറുണ്ട്. ദെൻ ഒരുപാട് പ്രോഗ്രാംസ് ഇൻഡിപെൻഡൻസ് ഡേനെ പോലെ റിപ്പബ്ലിക് ഡേക്കും ഉണ്ടാവാറുണ്ട് രാജ്പാത്തിൽ. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയാണ് മെയിൻ ഗസ്റ്റായിട്ട് അവിടെ വരാറ്. ഓക്കെ. ദെൻ നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഭരണഘടന ഉണ്ട്. അത് ആരാണെന്നറിയോ? ഡോക്ടർ BR അംബേദ്കർ എഴുതിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇന്ത്യക്കാർക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ടെന്ന് എഴുതി വെച്ചൊരു ബുക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങളിപ്പോൾ അത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടോ. സോ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? റിപ്പബ്ലിക്കാണ് നമ്മളെ ഇന്ത്യ. നമുക്ക് ആർക്കും എപ്പോഴും എവിടെ സഞ്ചരിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. ഓക്കെ. സോ രാജ്പാത്തിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവും? ആർമഡ് ഫോഴ്സിൻ്റെ പരേഡ് ഉണ്ടാവും, ഫോക്ക് ഡാൻസേഴ്സ് ഉണ്ടാവും. സ്കൂൾ ചിൽഡ്രൻസ് ആണ് ഫോക്ക് ഡാൻസേഴ്സ് പെർഫോം ചെയ്യുക. ദെൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സിലുള്ള ഡ്രസ്സസിൻ്റെ ഇതുണ്ടാവും. ദെൻ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ടേക്സ് എ സല്യൂട്ട് ടു രാജ്പാത്ത് നിയർ ദ ഇന്ത്യ ഗേറ്റ്. ഓക്കെ. ദിസ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് റിപ്പബ്ലിക് ഡേ. ഈ റിപ്പബ്ലിക് ഡേ നമ്മൾ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. Then next is Gandhi Jayanti. You know the Gandhiji. So it's a birthday of Mahatma Gandhi. We celebrate 2nd October every day. Gandhi Jayanti. We celebrate Gandhi Jayanti on 2nd October every year. It is the birthday of our father of nation. Also Mahatma Gandhi. Father of nation ആണ് Mahatma Gandhi. മഹാത്മാഗാന്ധിനെ മരിച്ചതിന് ശേഷം അടക്കം ചെയ്ത സ്ഥലമാണ് എന്ത്? രാജ്ഘട്ടിലാണ് സമാധി സ്ഥലമുള്ളത്. ന്യൂഡൽഹിയിലാണ് രാജ്ഘട്ടുള്ളത്. ഓക്കെ. സോ ഗാന്ധി ജയന്തി സെലിബ്രേറ്റ് October 2 ദെൻ ബർത്ത്ഡേ ഓഫ് മഹാത്മാഗാന്ധിയാണ്. രാജ്ഘട്ടിലാണ് സമാധി സ്ഥലമുള്ളത്. ഇത് നോക്ക്, പിക്ചർ നോക്കൂ. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. ദിസ് ഈസ് ദ സമാധി പ്ലേസ് ഓഫ് ഗാന്ധിജി, രാജ്ഘട്ട് ആൻഡ് ന്യൂഡൽഹി. ഓക്കെ. Then we celebrated through the phone. Which celebration? Yes, November 14th our Children's Day. എല്ലാവരും നന്നായിട്ട് വീഡിയോസൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. So the birthday of Pandit Jawaharlal Nehru is our first Prime Minister. We celebrated Children's Day November 14th every year. അല്ലേ? ഓക്കെ. നെഹ്റുവിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ചിൽഡ്രൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറ്. ഇൻ ദി സെയിം കേസ് ടീച്ചേഴ്സ് ഡേ. യു നോ ദ ടീച്ചേഴ്സ് ഡേ? സർവപല്ലി രാധാകൃഷ്ണൻ്റെ ബർത്ത്ഡേ ആണ് എന്ത്? ടീച്ചേഴ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറ്. എന്നാണ് ടീച്ചേഴ്സ് ഡേ? September 5 അല്ലേ? 5th സെപ്റ്റംബറിനാണ് ടീച്ചേഴ്സ് ഡേ. November 14 ചിൽഡ്രൻസ് ഡേ. സോ ആരായിരുന്നു രാധാകൃഷ്ണൻ? യു നോ ദ ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ദിസ് ഇസ് രാധാകൃഷ്ണൻ. He was the second president of India. സെക്കൻഡ് പ്രസിഡൻ്റ് ആയിരുന്നു രാധാകൃഷ്ണൻ. ഓക്കെ. ഇന്ത്യ ഉണ്ടായിട്ട് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ജവഹർലാൽ നെഹ്റു. സെക്കൻഡ് പ്രസിഡൻ്റ് ആയിരുന്നു രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് ടീച്ചേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. അദ്ദേഹം ടീച്ചറായിരുന്നു കേട്ടോ പ്രൊഫഷണലി. അപ്പോൾ 5th സെപ്റ്റംബറിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ടീച്ചേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാറ്. ഓക്കെ. ചിൽഡ്രൻസ് ഡേ November 14. ദെൻ September 5 എന്ത്? ടീച്ചേഴ്സ് ഡേ. രാധാകൃഷ്ണൻ ആരായിരുന്നു? ഡോക്ടർ രാധാകൃഷ്ണൻ വാസ് ദ സെക്കൻഡ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഫസ്റ്റ് പ്രസിഡൻ്റ് ആരായിരുന്നു?
രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, പ്രസിഡൻറ്റ് ടുഡേ പ്രസിഡൻറ്റ് ആരാ? നൗ അതൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. പ്രൈം മിനിസ്റ്റർ, പ്രസിഡൻ്റ് ഒക്കെ ആരാന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ. People of different religion live in our country. You know that we celebrate many festivals together in our country. National festival are celebrated by all the citizens of our country. National festival നമ്മൾ എല്ലാ സിറ്റിസൻസും ഒരുപോലെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? എല്ലാ സിറ്റിസൻസും എല്ലാ പീപ്പിളും ഒരുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് നാഷണൽ ഫെസ്റ്റിവൽ. റിലീജിയസ് ഫെസ്റ്റിവൽ ഓരോ റിലീജിയൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. ഓക്കെ, ഐ തിങ്ക് ഓൾ ഓഫ് യു ഫെസ്റ്റിവൽസിൻ്റെ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. മനസ്സിലായിട്ടില്ലെങ്കിൽ കോൾ ചെയ്ത് ചോദിക്കണം കേട്ടോ മിസ്സിനോട്. ഓക്കെ. ദെൻ ഇതിൽ സിമ്പിൾ നോട്ട്സ് ഞാൻ മിസ്സ് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, നീറ്റായിട്ട് നോട്ട്ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യുക. നോട്ടൊക്കെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ് ടു ഡേറ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത് വെക്കരുത്. എക്സാം വരുന്നുണ്ട് നമുക്ക്, ഹാഫ് ഇയർലി എക്സാം. അപ്പോൾ നോട്ട് എവിടെ ചോദിച്ചാൽ മിസ്സിൻ്റെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ സെൻഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.